ഇപ്പൊ രാമചന്ദ്രന്റെ ഒരു വിലക്കാണല്ലോ. 2-3 വർഷമായിട്ട് രാമചന്ദ്രൻ ചെറിയ അപകടങ്ങളെ തുടർന്ന് കേരളത്തിൽ പല ആനകളും പല അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട്, മനുഷ്യരൊക്കെ ഒരുപാട് അപകടങ്ങൾ വരുത്തുന്നു. പക്ഷെ ഏറ്റവും ഒടുവിലാണെങ്കിലും ആ ഒരു 2 വർഷമായിട്ട് രാമചന്ദ്രനെ വിലക്കിയിരിക്കുന്നു. അത് ആ വിലക്കിനൊക്കെ ശേഷം 2 എഴുന്നള്ളിച്ചു വീണ്ടും ഒരു വിലക്ക് വരുന്നു. അത് അവന് ഇത്രയും വർഷം കൊണ്ടു നടന്ന ഒരാളെന്നുള്ളതിൽ അതിനെക്കുറിച്ച് പെട്ടെന്നൊരു അഭിപ്രായം എന്താണ്? എനിക്ക് ആനയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവനെ ഒരു കുറ്റക്കാരനായിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ ആന അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. ഒരു ശരിക്കും ഇപ്പോൾ നമ്മൾ ഒരു ആന എന്ന് പറഞ്ഞ ഒരു ആനക്കാരനെ കുത്തി കൊല്ലുക നമ്മുടെ കണ്ണിൽ കാണുക, ബോധപൂർവ്വം ക്ഷീണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരോ ആനകൾ ക്ഷീണം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ആനക്കാരനെ കുത്തിയതായിട്ടോ ഒരാളും പറയുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഒരു ആനക്കാരനെ കുത്തണതായിട്ട് ഇന്ന് വരെ ആരും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ചെയ്യൂല ആന എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഉണ്ടായിട്ടില്ല. തിക്കും തിരക്കിലും കൂട്ടിയിട്ട് ചവിട്ടി കൂട്ടിയിട്ട് ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്നല്ലാണ്ട് എന്നാൽ ആന ഇപ്പോൾ ഒരു ആനയാണെന്ന് വെച്ചാൽ എടുത്തു വന്ന് അങ്ങോട്ട് എറിയേ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, എന്നാൽ ചവിട്ടി തേക്ക്, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ അനുഭവത്തിലില്ല. ഇല്ലേ? കണ്ടില്ലേ എത്ര പ്രാവശ്യം ഓരോരോ ആനകൾ ചെയ്യണത്. ഇത് അങ്ങനെ ഒരു അനുഭവത്തിൽ ആരെങ്കിലും പറയണ കേട്ടിട്ടുണ്ടോ? തെച്ചിക്കോട്ടാവ് ആന ഒരാളെ കുത്തി കൊന്നു അത്രയെന്ന് എൻ്റെ അനുഭവത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. നമ്മൾ അത് ചെയ്യാത്തൊരാനയാണത്. ആനക്കാരനും ചെയ്യില്ല. പുറമെയുള്ള ആൾക്കാരെയും കുത്തണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. നമ്മൾ രാമേന്ദ്രനെ കൊണ്ട് നടന്ന ഇത്രയും വർഷങ്ങൾ നമുക്ക് അത്ര സ്വാതന്ത്ര്യമുള്ള ഒരു കുട്ടിയാണ് അല്ലേ? കുറുമ്പുണ്ടോന്ന് ചോദിച്ചാൽ അത്യാവശ്യം കുറുമ്പുണ്ടാവും. എന്നാലും മറ്റേ പല വലിയ കുഴപ്പക്കാരെ പോലെ നമ്മൾ അത്ര ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നത് ആ കൊണ്ടു നടക്കുന്ന ഒരു കാലത്ത് പിൽക്കാലത്ത് ഇവന് ഇത്രയും വലിയ ഒരു ആനയായിട്ട് മാറുമെന്ന് സ്വപ്നപ്രകാരം വിചാരിച്ചിട്ടില്ല. ഇല്ല. ഒരുപാട് ആനകളെ കണ്ടിട്ടില്ല. ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്. വളർന്ന ആനകളും വളർച്ചയില്ലാത്ത ആനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ഒരു ആനയെ കൊണ്ട് നമ്മൾ ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമാണ് വളർച്ച. എല്ലാവരും പറയും ഒരു ആന ഒരു മതപ്പാടി കഴിഞ്ഞാൽ ഒരു 1 ഇഞ്ച് വളരുക, 1 ഇഞ്ച് വളരുക എന്നൊക്കെ പറയുന്നത് മതപ്പാടി കഴിയുമ്പോൾ. പക്ഷേ ഈ ആന അങ്ങനെയല്ല. ഈ ആന പെട്ടെന്ന് വളർന്നു വരികയാണ്. അത് ഒരു മതപ്പാട് ഇപ്പോൾ 1 ഇഞ്ച് 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ വളർന്ന കൂട്ടത്തിലാണ് തോന്നുന്നത് നമുക്ക്. അത്ര അങ്ങനെ വേണം ഉണ്ടായിരുന്നത് കയറി വരുന്നത്. അത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒന്നേ പറയുള്ളൂ, ആ ഭഗവതര ഒരു കഴിവെന്നല്ലാണ്ട് എനിക്ക് അതിൽ പിന്നെ ഒന്നും പറയാനില്ല. എന്താ വെച്ചാൽ അത്രയും ഒരു വളർച്ചയിൽ വരുന്ന ആരും വിചാരിച്ചിട്ടില്ല. അത്ഭുത കാര്യമാണത്. ഇന്നിപ്പോൾ കേരളത്തിലേക്ക് എന്നല്ല എല്ലാ ദിക്കും വലിയൊരു പേര് കേട്ടൊരു വലിയൊരു ആനയായിട്ടാണ് ഇപ്പോൾ പിന്നെ. അതെ, തീർച്ചയായിട്ടും. അത്രയും ഒരു തലത്തിലേക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ എല്ലാ ഭാഗം കൊണ്ട് ഒരു ഭാഗം കൊണ്ട് ഒരു കുറവൊന്നുമില്ല എനിക്ക്.
ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ രാമചന്ദ്രൻ്റെ ഓരോ അവയവങ്ങൾ നമ്മൾ ലക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുട്ടപ്പേട്ടൻ എന്നുള്ളൊരു ആനക്കാരൻ എന്നുള്ളത് മാറ്റി ഒരു ആനപ്രേമിയെ നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു അവൻ്റെ അംഗം ഏതായിരിക്കും അല്ല ഭാഗം? അവൻ്റെ ഭാഗം എന്ന് പറയുന്നത് അവൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവൻ്റെ ആ മതികരടിയും അവൻ്റെ ആ ചെവിയുടെയും അവൻ്റെ എല്ലാ ഭാഗം കൊണ്ട് ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് ഒരു കുറ്റം എന്ന് പറയാനുള്ള ഒരു ഇതാ ആനയുടെ കയ്യിലില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു എടുത്ത കൊമ്പല്ല എന്നല്ലാതെ കണ്ടൊരു വീണെടുത്ത കൊമ്പ് എന്നുള്ളത് അതൊരു അവിങ്ങയുടെ ഒരു ഏതൊരു ഭാഗം കൊണ്ടും എല്ലാ നടാമരും എല്ലാ ഭാഗം കൊണ്ടും ഒരു കുറ്റം ഒരാളും പറയില്ല. ഇല്ല, അന്നും അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെ. ഒരു കണ്ണിനൊരു കാഴ്ചക്കുറവുണ്ടെന്നല്ലാതെ കണ്ട് വേറൊരു കുറ്റം പറയാന്നുള്ളൊരു ഒരു കണ്ണിന് വലത്തെ കണ്ണിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് കണ്ണും ഇല്ലാത്ത ആനകളെ കൊണ്ടു നടക്കണില്ലേ? ഇതിപ്പോൾ ഒരു കണ്ണിന് ഇത്തിരി ലക്ഷം കാഴ്ചക്കുറവ് അല്ലാണ്ട് വേറൊരു ഒരു കുറ്റവും അവനില്ല. ഇല്ല, ആരും പറയില്ല. ഈ നമ്മൾ പറഞ്ഞില്ലേ രാമേന്ദ്രന് എപ്പോഴും ഉള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഈ കൂട്ടാനക്കുത്തിൻ്റെ ഒരു പേടി എല്ലാ കാലത്തും രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ പറഞ്ഞാൽ ബീഹാറിൽ നിന്ന് വരുമ്പോൾ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയാനെ ലോറി വെച്ച് കുത്തിയത് കേട്ടു. അത് എനിക്ക് അതിനെപ്പറ്റി അത്രയൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു അനുഭവത്തിൽ ആദ്യമായിട്ട് ഇവന് കിട്ടുന്ന ഒരു കൂട്ടാനക്കുത്ത് ഏതായിരിക്കും? ഇതിന് അറുപ്പൂക്കർ ആനാന്നും പറഞ്ഞൊരു ആന തെക്കനാട്ടിൽ നിന്ന് വരുന്നുണ്ടായി. അത് ഒരു കൂട്ടാനെ കുത്തുന്ന ഒരു ആനയായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈ ആനക്കുട്ടിയെ ഞാൻ കൊണ്ടുനടക്കുന്ന സമയത്ത് അന്നൊരു കുത്ത് ഈ ആനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മനസ്സിലേക്കുള്ള ഒരു ഇതാണ് ആനയ്ക്കെന്നാണ് മറ്റുള്ള ആനകളെ കാണുമ്പോൾ ഒരു കുത്തെന്നുള്ളൊരു തോന്നണത്. അതെ, അതാണ് ഞാൻ മറ്റാന ഇത്തിരി ഒരു അസാമാന്യ വേഗതയിലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു ഭയം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഈ കുത്തു കൊണ്ടതിൻ്റെ ആ ഒരു പേടി, അതിപ്പോൾ ഇനിയിപ്പോൾ വേറൊരു ആന അതിലെങ്ങനെ നേരിട്ട് വരുമ്പോൾ അവന് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയപ്പാട് അവൻ്റെ മനസ്സിലുണ്ട്. തിരുവമ്പാടി കുട്ടിശങ്കരൻ എങ്ങനെ മണലൂർ ഇപ്പം അത് ഞാൻ നമ്മളെന്നാ അത്ര ഇതില്ലല്ലോ, നമ്മളുണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാ കാലത്തും ഒരു കൂട്ടാനക്കുത്തിന്റെ ഒരു ഭയം രാമേന്ദ്രൻ ഉണ്ടായിരുന്നു. അത് ഒരു കുട്ടിയാന ആദ്യം വരുന്ന അതിനുശേഷം ചേട്ടന്റെ കാലത്തുള്ള ഇവന് കിട്ടുന്ന ആദ്യത്തെ കൂട്ടാനക്കുത്ത് ഏതായിരിക്കും? കൂട്ടാനക്കുത്ത് എന്ന് പറയുന്നത് ഇത് അങ്ങനെ വിചാരിക്കാതെ കൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഈ അർപ്പൂക്കര അയ്യപ്പൻ എന്നാണ് ആനയുടെ പേര്, അർപ്പൂക്കര ആന എന്നാണ് പറയുക. അങ്ങനെ ഒരു ആന നേരിട്ട് ഈ ആനയുടെ മുമ്പ് കൂടെ വന്ന ഈ ആനക്കുട്ടി അന്ന് ഒന്ന് കുത്തുണ്ടായി, ഒരു കുത്തുണ്ടായി. അപ്പം ഇവൻ പേടിച്ചങ്ങോട്ട് ഓടി, ഭയപ്പാട് ഓടി. അതായത് അവൻ അത്രേ അന്ന് ഉള്ളൂ. അത് പിന്നെ അവൻ്റെ മനസ്സിൽ അവൻ അത് വെച്ചിട്ട് പിന്നെ അവന് അത്യാവശ്യം പ്രായമൊക്കെ ആയപ്പോൾ അവനൊരു മനസ്സിൽ അവൻ്റെ ഇങ്ങനെ കിടപ്പായി. അങ്ങനെ താപ്പ് കിട്ടിയിട്ട് ഇങ്ങനെ ഒരു സമയത്താണ് ഈ മണലൂർ വെച്ചിട്ട് കുട്ടിശങ്കരനാനെ കുത്തിന്ന് അങ്ങനെ പറഞ്ഞ കേട്ടത്. അതും കാര്യമായിട്ട് അങ്ങനെയും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ കുത്തി എന്ന് പറഞ്ഞാൽ കുത്തി അങ്ങനെ നീക്കി കൊണ്ട് പോയി എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. ആന നീക്കി അങ്ങോട്ട് കൊണ്ടുപോയി ആന അങ്ങോട്ട് പോവുകയും ചെയ്തു. അത്രേ ഉള്ളൂ. അത്രയായിരിക്കും. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ഒരു പേടി അവൻ്റെ മനസ്സിൽ അവൻ ചെറുപ്പത്തിൽ അവൻ അത് കിട്ടിയ കാരണം കൊണ്ട് അതിൻ്റെ ഒരു അത് അവൻ്റെ മനസ്സിലൊരു ഇതായിട്ട് കടന്നു. അപ്പോൾ അവൻ വലുതായി കഴിഞ്ഞപ്പോൾ അവനൊരു അങ്ങനെ ഒരു തോന്നല്.
ചേട്ടന്റെ അച്ചാച്ചനൊക്കെ ആനക്കാരായിരുന്നു. ആയിരുന്നു. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് ഈ ആനപ്പണിയിലേക്ക് വരുന്നത്? ഞാൻ 24-25 വയസ്സായിട്ടുണ്ട്. അന്നാണ് ഈ ആനപ്പണിക്ക് അച്ഛൻ്റെ കൂടെ ശിവജി ആനയമ്പലിക്ക് നായരമ്പല ശിവജി അഭിനയിച്ച ആനയുടെ കൂടെ അച്ഛൻ്റെ കൂടെ അങ്ങനെ പാപ്പാനായിട്ട് വന്നത്. അച്ഛന്റെ സമ്മതത്തോടു കൂടിയാണോ വരുന്നത്? അച്ഛനതൊന്നും അത്ര സമ്മതമൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ഞാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അച്ഛപ്പായി നേർക്കോലിലെ കുട്ടിക്ക് നീന്തൽ പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തില് ആനക്കാരുടെ മക്കൾക്ക് പിന്നെ പാരമ്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ അച്ഛൻ്റെ കൂടെ ഞാൻ വരാൻ പറഞ്ഞ അച്ഛന് അത്ര ഇഷ്ടമൊന്നുമില്ല. അച്ഛൻ വരണ്ട, ഞാൻ ആനപ്പണി വേണ്ടെന്നൊക്കെ പറയും. അച്ഛാ ഞാൻ വരട്ടെ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഒരു ഇതിനിങ്ങനെ പോയി. അങ്ങനെ പിന്നെ ഒരു ആനക്ക് എന്തായി നേരായി. അങ്ങനെ പിന്നെ അച്ഛൻ്റെ കൂടെ അങ്ങനെ നടന്നു. അപ്പോഴേക്കും ഗുരുവായൂർ ഷൂട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴേക്കും പിന്നെ നായരമ്പലത്തിൽ വേറൊരു ആനയും മേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറയുമ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അതിലേക്ക് വരാം. വർഷങ്ങൾക്ക് ശേഷം ചേട്ടന്റെ മകൻ പിന്നീട് ആനപ്പണിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അന്ന് ചേട്ടന്റെ പ്രതികരണം എന്തായിരുന്നു? അന്ന് ഈ പറഞ്ഞ കൂട്ടത്തില് അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ആന ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് ആന ഉണ്ടാവുക. അപ്പോൾ ആനയെ കൊണ്ടുപോകുമ്പോൾ അവൻ ആൻ്റെ മുകളിൽ കയറണം. ആൻ്റെ കൊമ്പ് അല്ല അങ്ങനെയൊക്കെ ഉള്ള വാത്സ്യത്തിൽ പിന്നെ ഞങ്ങൾ ആനയെ പുഴയിൽ കടത്താൻ പോകുമ്പോൾ അവൻ ആൻ്റെ മുകളിൽ കയറിയിരിക്കും. അവൻ ചകിരി എടുത്ത് തുടയ്ക്കും. അവന് വലിയൊരു ഉത്സാഹം. അങ്ങനെ മകന് ഉത്സാഹമായി. അപ്പം ഞാൻ പറയും മോനെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുക, അത് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാനില്ല. അവനത് ഒരു പേടിയില്ലാണ്ട് അവൻ അങ്ങനെ തുടച്ചിടും പിടിച്ചിട്ടൊക്കെ അങ്ങനെ നടക്കും. അങ്ങനെ അവന് പിന്നെ അങ്ങനെ ദമ്പിക്ക് ഇടാവണമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പിന്നെ അവൻ ഗുരുവായൂർക്ക് പണിക്ക് ഇങ്ങനെ ഇതായത്. അന്ന് ഈ ഗുരുവായൂർ കേശവന്റെ ഷൂട്ടിംഗ് ദിവസങ്ങളിലൊക്കെ അന്ന് കൂടെ ഉണ്ടല്ലോ. അന്നത്തെ അടൂർ ഭാസി, സോമൻ, ജയഭാരതി ഇവരൊക്കെയായിട്ടുള്ള അനുഭവം ഉണ്ടല്ലോ. അത് ഓർത്തെടുത്ത എങ്ങനെയായിരുന്നു അന്നത്തെ ആ ഷൂട്ടിംഗ് ദിവസങ്ങൾ? അന്ന് ഞങ്ങൾക്ക് 27 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 27 ദിവസം കൊണ്ടാണ് ആ ഗുരുവായൂർ കേശവൻ പടം. അത് മുഴുവനെ ആക്കാൻ പറ്റിയില്ല. അന്നെന്താ വെച്ചാൽ ഒരു 2 ദിവസത്തിന് ഈ ആന എന്ന് വെച്ചാൽ ഗുരുവായൂർ കേശവൻ പണ്ട് കാലത്ത് പട്ടിക്കാട്ടിൽ നിന്ന് കൈ വിട്ട് വരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ പട്ടിക്കാട്ടിൽ നിന്ന് കൈ വിട്ട് വരുന്ന ഭാഗം വന്നാൽ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആന പോവുക. ആ കൈ വിട്ട് വരുന്ന ഭാഗത്തുള്ള ദിവസം ഈ ആന അന്ന് ആ ഷൂട്ടിംഗ് എടുക്കുന്ന ദിവസമാണ്. ഗുരുവായൂർ കേശവൻ പട്ടിക്കാട്ടിൽ നിന്ന് കൈ വിട്ട് വരുന്ന ഒരു ഭാഗമാണ് എടുക്കുന്നത് ദിവസം. ആ സമയത്ത് ഈ ആന നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. ഇവനും അതേപോലെ തന്നെ അന്ന് കയ്യിൽ നിന്ന് പോയി സംഭവിച്ച അതേപോലെ തന്നെ ആവർത്തിച്ചു. ആ ദിവസം ഈ ആന അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. കയ്യിൽ നിന്ന് പോവുകയാണ്. അന്ന് ആ ഷൂട്ടിങ് നടക്കാൻ പറ്റിയില്ല. ഇല്ല. അപ്പോൾ പിന്നെ അത് ചാവക്കാട്. അവിടുന്ന് പിന്നെ എന്നിട്ടാണ് ആ ശിവജി അങ്ങനെ സാധാരണഗതിയിൽ അല്ല ഒരു കുഴപ്പം നീരുകാലം മുതലൊക്കെ അതിനൊരു കുഴപ്പമില്ല. അങ്ങനത്തെ അത് ഈ ഗുരുവായൂരപ്പൻ്റെ എന്തോ ആ കേശം ഗുരുവായൂർ കേശം എന്ന് പറഞ്ഞ ഭ്രാന്ത് പോലെ ചില സമയത്തൊക്കെ കൈ വിട്ടാൽ പിന്നെ പാപ്പാനൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് പോരും അമ്പലത്തിൻ്റെ. ആ ഒരു ഭാഗം ഈ ആന എന്നാണ് കാട്ടി കുട്ടിന്ന് മാത്രം. ശരിക്കും ഒരു തുള്ളൽ അങ്ങനെ ഉണ്ടായി. അത് കാരണം എന്നിട്ട് ഇപ്പോൾ അന്നത്തെ ആ ഷൂട്ടിങ് മുടങ്ങി. അപ്പോൾ അതിന് പകരം എന്നിട്ട് ഞാൻ പുന്നത്തൂർ താമരന്ന് പറഞ്ഞ ആന ഉണ്ടായിരുന്നില്ലേ, ആ കൊമ്പൊക്കെ അപ്പോൾ ആ കൃഷ്ണൻ്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും. ആ ആനയെ കൊണ്ടുവരണ്ടേ, ഈ ആനയ്ക്ക് പറ്റാണ്ട് വന്നു. എന്നുവെച്ചാൽ ആ ഷൂട്ടിങ് അന്ന് മുടങ്ങിയില്ലേ. അപ്പോൾ പിന്നെ 2 ദിവസം ഷൂട്ടിങ്ങൾ. അപ്പോൾ പിന്നെ ആ ആന കൊണ്ട് അപ്പോൾ 25 ദിവസം ഞങ്ങൾ കഴിച്ചു. 2 ദിവസം പിന്നെ ആ ആന തീർക്കേണ്ടി വന്നു. അതിൽ അടൂർ ഈ ആനയുടെ അടുത്ത് നിൽക്കാൻ അടൂർ ബാസിക്കും മറ്റേവർക്കൊക്കെ ഒരു സിനിമാ നടന്മാരാകുമ്പോൾ പക്ഷെ അവർക്ക് അങ്ങനെ ഈ ആന അങ്ങനെ ഒരു ഏറ്റവും പാവത്താനായ ഒരു ആനയെ നോക്കിയായിരിക്കും അതുകൊണ്ടാണല്ലോ പറ്റുള്ളൂ, അല്ലാണ്ട് പറ്റില്ലല്ലോ. ലേശം ഇത് വികൃതിയൊക്കെയുള്ള ആന അടിച്ചാൽ പറ്റുമോ? ഈ അടൂർ ബാസിക്ക് അങ്ങനെ കൊമ്പത്ത് തൂങ്ങാനും ജയഭാരതിയൊക്കെ വന്ന് കാണിക്കുന്നുണ്ടല്ലേ. അതിപ്പോ ഒരു കുഴപ്പമില്ലാത്ത ആന ആയതുകൊണ്ടാണല്ലോ. പക്ഷെ അത് ഈ ഗുരുവായൂരപ്പൻ്റെ അന്നത്തെ ആ ഒരു ഭാഗത്തിന് ഈ ആന എന്തെങ്കിലും ഒന്ന് കാണിക്കേണ്ട നല്ല പട്ടി കൈ വിട്ട് വരുന്ന ഒരു ഭാഗം അത് അഭിനയിക്കുന്നതിനപ്പുറം അതാണ് ഉണ്ടായത്. ഈ നായരമ്പലം ശിവജിയെ സെലക്ട് ചെയ്യാൻ ഒന്നവന്റെ സ്വഭാവമായിരിക്കും. 2 ഗുരുവായൂർ കേശവനുമായിട്ട് അവനെ കാഴ്ചയിലൊരു സാമ്യം അങ്ങനെ ഉണ്ടായിരുന്നോ? കാഴ്ചയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഈ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ എല്ലാ ഭാഗം കൊണ്ടും നല്ല ചന്തമുള്ള ഒരു ആനയായിരുന്നു നായരമ്പലം ശിവജി. നല്ല പടർന്ന നല്ല ഒരു ഇതുള്ളൊരു ആനയായിരുന്നു. അപ്പോൾ നല്ല ഏത് ഭാഗം കൊണ്ടൊരു കുറവില്ലാത്തൊരു ആനയായിരുന്നു ആന. എൻ്റെ പേരിലായിരിക്കും. അല്ല, അത് ചേട്ടനൊക്കെ നോക്കുമ്പോൾ നമ്മൾ കേശവനെ കണ്ടിട്ടുണ്ട്, ഇവനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാമ്യം പറയാൻ ഉണ്ടായിരുന്നോ? ആന നല്ല ഒരു നല്ലൊരു നിറഞ്ഞൊരു ആനയായിരുന്നു. പണ്ട് നമ്മുടെ ഇപ്പോൾ ഈ ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു അതേപോലത്തെ ഒരു ആനയായിരുന്നു ഈ ശിവജി. നല്ല ഒരു ഇതിൽ ഒരു തറവാടത്തുള്ളൊരു ആനയായിരുന്നു. അതെ.
അതിന്റെ അടുത്ത് നമ്മൾ പാപ്പാനായിട്ട് നടക്കുന്നൊരു നമ്മൾ ചെറിയ പ്രായത്തിൽ ചെന്ന് കയറുമ്പോൾ കുറെ വർഷങ്ങൾ അവന്റെ കൂടെ നിന്നല്ലോ. ആ ഞാൻ ഒരു 5-6 വർഷം നിന്നു. അച്ഛനും ഉണ്ടായിരുന്നു. അതിന് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പിന്നെ അവിടെ അവർ വേറൊരു ആനയെ മേടിച്ചു, കാട്ടാക്കട രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആനയെ മേടിച്ചപ്പോൾ അച്ഛൻ തിരുവനന്തപുരത്ത് മേടിച്ചു. അപ്പോൾ അച്ഛൻ ഒരു 2-3-4 മാസം അതിനെ കൊണ്ടുവരാനൊക്കെ വേണ്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ തന്നെ ഇരുന്നു ആൻ്റെ കൂടെ, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ വേറെ ആനയും മേടിച്ചപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്ന് വേറെ ആനയും വിളിക്കുക. അപ്പോൾ അവർ പറഞ്ഞു വേറെ ആനയും മേടിക്കുമ്പോൾ പിന്നെ നമ്മളാണല്ലോ അവിടുത്തെ കുട്ടപ്പൻ ഇതിലേക്ക് നിൽക്കുക, അച്ഛനും മനം കൂടി നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് മാറി. ഒരു കണ്ണിനൊരു കാഴ്ചക്കുറവുണ്ടെന്നല്ലാതെ കണ്ട് വേറൊരു കുറ്റം പറയാന്നുള്ളൊരു വലത്തെ കണ്ണിന് മാത്രമേ ഉള്ളൂ. 2 കണ്ണുമില്ലാത്ത ആനകളെ കൊണ്ടു നടക്കണില്ലേ. ഇതിപ്പോൾ ഒരു കണ്ണിന് ഇത്തിരി ലക്ഷം കാഴ്ചക്കുറവ്.